നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാള ഭാഷയുടെ പിതാവിൻ്റെ സൗധത്തിലാണ്. മലയാളത്തിന് തീക്കടൽ കടഞ്ഞ് തിരുമധുരം പകർന്നു നൽകിയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന പുണ്യഭൂമി. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇതാണ് തുഞ്ചൻ പറമ്പിലേക്കുള്ള പ്രവേശന കവാടം. മലയാള ഭാഷയുടെ മാധുര്യം മലയാളികൾക്ക് വിളമ്പി നൽകിയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജീവിതം ഇഴചേരുന്ന വിസ്മയഭൂമി. ഇതാണ് തുഞ്ചൻ സ്മാരക മണ്ഡപം. എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന ഭവനം സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയാണെന്ന് വിശ്വസിക്കുന്നു. വിദ്യാരംഭ ദിനത്തിൽ നിരവധി പേരാണ് വിരൽത്തുമ്പിൽ ആദ്യാക്ഷരം കുറിച്ച് മലയാളത്തിൻ്റെ തേനും വയമ്പും നുണയാൻ ഇവിടേക്ക് എത്തുന്നത്. തുഞ്ചൻ്റെ ശാരിക പൈതലാണ് ഇത്. മലയാളികളെ കിളിപ്പാട്ടിൻ്റെ ശീലിൽ ഭക്തിയുടെ ലഹരിയിലേക്ക് കൈപിടിച്ച് നടത്തിയ തുഞ്ചൻ്റെ തത്ത. ഇത് സരസ്വതി മണ്ഡപം. കരിങ്കല്ലിൽ തീർത്ത തൂണുകളാൽ അലങ്കൃതമായ ദിവ്യമണ്ഡപം. അക്ഷരപൂജയുടെ പവിത്രാലയമായ ഈ മണ്ഡപത്തിൻ്റെ സാമീപ്യം നിൽക്കുമ്പോൾ തന്നെ അനിർവചനീയമായ ഒരനുഭൂതി നമ്മളെ തഴുകി ഉണർത്തും. തുഞ്ചൻ കളരിയിലേക്കും വിദ്യാരംഭ ദിനത്തിൽ മധുരം കിനിയുന്ന കാഞ്ഞിരമരച്ചുവട്ടിലേക്കും കുളത്തിലേക്കും പോകുന്ന വഴിയാണ് ഇത്. തുഞ്ചൻ കളരിയത്താചാര്യൻ കുട്ടികളെ എഴുത്തിനിരുത്തിയിരുന്ന കളരി ഇന്ന് ഒരു പുണ്യക്ഷേത്രമാണ്. ഇവിടെ ഒരു കാഞ്ഞിരമരമുണ്ട്. ഈ കാഞ്ഞിരമരത്തിലെ ഇലകൾക്ക് വിജയദശമി ദിനത്തിൽ കയ്പ് രസമുണ്ടാവില്ല. ഇന്നും വിദ്യാരംഭത്തിനെത്തുന്ന കുട്ടികൾ മത്സരിച്ച് ഈ കാഞ്ഞിരമരത്തിൻ്റെ ഇലകൾ പറിച്ചെടുത്ത് അവയുടെ ഒറ്റ ദിവസം മാത്രം നിലനിൽക്കുന്ന മധുരം നുണയാറുണ്ട്. കേരള സർക്കാരിൻ്റെ പരിപൂർണമായ ശ്രദ്ധ തുഞ്ചൻ സ്മാരകത്തിന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ പൂർത്തീകരിച്ച നിരവധി മനോഹരമായ മന്ദിരങ്ങൾക്ക് പുറമെ നിരവധി മന്ദിരങ്ങളുടെ നിർമ്മാണവും ഇവിടെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഇതുകൂടി പൂർത്തിയാകുമ്പോൾ തുഞ്ചൻ പറമ്പിൻ്റെ മുഖച്ഛായ ഇനിയും കൂടുതൽ മനോഹരമാവും. തുഞ്ചൻ പറമ്പിലെ അതിവിശാലമായ പറമ്പും തുറന്ന വേദിയുമാണ് ഇത്. വിശേഷ ദിവസങ്ങളിൽ ഇവിടം നിരവധി സാംസ്കാരിക പ്രവർത്തകരുടെയും കവികളുടെയുമൊക്കെ സംഗമഭൂമിയാവും. മലയാള ഭാഷയുടെ രൂപപരിണാമങ്ങളുടെ കൈവഴികൾ ഇവിടെ വാക്കുകളിലൂടെ തെളിഞ്ഞു നിൽക്കും. ഇതാണ് മലയാള സാഹിത്യ മ്യൂസിയം. ചെറിയ ഒരു ഫീസ് നൽകി നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാം. കേരള ചരിത്രത്തിൻ്റെ ആരംഭം മുതലുള്ള കഥകൾ സുന്ദരമായ ഭാഷയിലുള്ള വിവരണങ്ങളോടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഞാറും ഞാറ്റുപാട്ടും കൈമണികളുടെ താളവും മുഴങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ പൂർവികരുടെ ഗന്ധവും നാദവും അറിയുന്നു. ചരിത്രാതീത കാലത്തുള്ള നിർമ്മിതികളുടെ ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ സ്മരണ ഉണർത്തുന്ന നിരവധി ചിത്രങ്ങളും ഇവിടെയുണ്ട്. ഈ കാണുന്നത് പ്രാചീന
ശിലാശാസനങ്ങളുടെയും ചെപ്പേടുകളുടെയും ചിത്രവും ചരിത്രവുമാണ്. പഴയകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന അക്ഷരങ്ങളും മൺമറഞ്ഞ നിരവധി അക്ഷരങ്ങളും ലിപികളുടെ പരിണാമത്തിലൂടെ നമുക്ക് മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന കോലെഴുത്താണ് ഇത്. നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന അക്കങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഭിന്നസംഖ്യകളാണ്. പഴയകാലത്തെ അളവുകളെക്കുറിച്ചും നാണയങ്ങളെക്കുറിച്ചും ഉള്ള വിവരണങ്ങൾ ഈ രേഖ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രാചീന ഗദ്യത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന കൃതികൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. മണിപ്രവാള കാലത്തിൻ്റെ കഥ ഇവിടെ അക്ഷരങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്നു. പ്രാചീന മണിപ്രവാള കാലത്തെ കൃതികൾ മലയാള ഭാഷയ്ക്ക് നൽകിയ ഊർജവും ഉണർവും എല്ലാം നക്ഷത്രശോഭയിൽ ഈ രേഖകളിൽ തെളിയുന്നുണ്ട്. പഴയകാലത്തെ പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ചും അന്ന് ഉപയോഗിച്ചിരുന്ന ചില വാദ്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഓർമ്മകൾ നമ്മെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കുന്നു. മലയാളമാണ് എൻ്റെ ഭാഷ എന്നാരംഭിക്കുന്ന ഈ വിവരണം നമ്മളെ ഭാഷയെക്കുറിച്ചുള്ള വല്ലാത്ത ഒരു ലോകത്തിലേക്ക് എത്തിക്കും എന്നത് തീർച്ചയാണ്. കേരളീയ കലകളുടെ നിരവധി ചിത്രങ്ങളും ചരിത്രവും കൂത്തമ്പലങ്ങളും ഒക്കെ നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട്. കൂത്തും കൂടിയാട്ടവുമെല്ലാം ഈ ചിത്രങ്ങളിലൂടെ കാണുമ്പോൾ, ഈ രേഖയിലൂടെ വായിച്ചെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മിഴാവിൻ്റെ ധ്വനി ഉണർത്തുന്നു. മാണി മാധവ ചാക്യാരുടെ നവരസഭാവങ്ങളുടെ ചിത്രവും പഴയകാലത്തെ കലാകാരന്മാരുടെ ചിത്രവും ചമയങ്ങളും എല്ലാം നമുക്ക് നൽകുന്നത് പറഞ്ഞറിയിക്കാനാകാത്ത ഏതോ ഒരു അനുഭൂതി തന്നെയാണ്. മലയാള ഭാഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച എത്രയോ കവികളുടെയും കലാകാരന്മാരുടെയും ചരിത്രം ഇവിടെ അക്ഷരങ്ങളായും ചിത്രങ്ങളായും നമ്മെ വരവേൽക്കുന്നു.
കൃഷ്ണഗാഥയുടെ ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത്. ഒപ്പം കൃഷ്ണഗാഥയുടെ ചരിത്രവും ഇവിടെ നമുക്ക് വായിച്ചറിയാം. വെൺമണി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും വെൺമണി കവിതകളിലെ ശൃംഗാരരസവുമെല്ലാം നമ്മൾ ആവേശത്തോടെ ഇവിടെ എത്തുമ്പോൾ ഓർത്തുപോകാറുണ്ട്. തുഞ്ചൻ സ്മാരകത്തിലെ തുഞ്ചത്തെഴുത്തച്ഛനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. മനോഹരങ്ങളായ ചിത്രങ്ങളിലൂടെയും വിവരണങ്ങളിലൂടെയുമെല്ലാം ഈ കഥകൾ അറിയുമ്പോൾ തുഞ്ചൻ്റെ സന്നിധിയിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് എന്നത് നമ്മിൽ കൗതുകമുണർത്തുന്നു. അതുപോലെ തന്നെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതകഥയും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പ്രാചീന കവിത്രയത്തിലെ ഈ മഹാകവികൾക്കൊപ്പം സ്വാതിരുനാൾ മഹാരാജാവിൻ്റെ ജീവിതകഥയും മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയുമെല്ലാം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്ക് മേൽ വർഷിച്ച ആറ്റം ബോംബായിരുന്നു വി.ടിയുടെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം. വി.ടിയുടെയും സമകാലികരായ എഴുത്തുകാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയുമെല്ലാം ചിത്രവും ചരിത്രവും ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. തുഞ്ചൻ സ്മാരകത്തിൽ എത്തുന്നവർക്ക് ഭാഷയുടെ ചരിത്രം പഠിപ്പിക്കുക മാത്രമല്ല, ഭാഷയെ സ്നേഹിച്ചിരുന്ന, ഭാഷയിൽ വിസ്മയ കാവ്യങ്ങൾ തീർത്തിരുന്ന, കഥകളും മഹാകാവ്യങ്ങളും യാത്രാ വിവരണങ്ങളും ഉപന്യാസങ്ങളും നിരൂപണവും ആട്ടക്കഥകളും നാടകങ്ങളും തിരക്കഥകളും എല്ലാം തീർത്ത എഴുത്തുകാരുടെയും നവോത്ഥാന നായകന്മാരുടെയും വിശ്വ ഗുരുനാഥന്മാരുടെയുമൊക്കെ വാഗ്മയ ചിത്രങ്ങളും അവരുടെ കർമ്മകാണ്ഡത്തിലെ വിസ്മയ അധ്യായങ്ങളുമൊക്കെ ഇവിടെ തെളിഞ്ഞു കാണുമ്പോൾ പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ട പാദോപദാനം പൂണ്ടും കിടക്കുന്ന ഈ മലയാള നാട്ടിലാണല്ലോ ജനിച്ചത് എന്നോർത്ത് അഭിമാനം കൊള്ളുന്നു. മലയാള ഭാഷയെക്കുറിച്ച് പാടിയിട്ടുള്ള നിരവധി കവികളുടെ കാവ്യശകലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും. കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളുമെല്ലാം നമ്മുടെ മനസ്സിൽ കാവ്യവിസ്മയങ്ങൾ തീർത്തുകൊണ്ട് അങ്ങനെ തിരയിളക്കം പോലെ തെളിഞ്ഞു വരും. ശ്രീനാരായണ ഗുരുദേവൻ്റെ ചരിത്രവും അദ്ദേഹം ജനിച്ച വയൽവാരത്ത് വീടുമെല്ലാം ഇവിടെയുണ്ട്. അതെ, ഇത് തുഞ്ചൻ പറമ്പാണ്. ഭാഷാപിതാവിൻ്റെ ഓർമ്മകളും കാവ്യസുഗന്ധവും നമ്മെ തലോടുന്ന കാറ്റാണ് ഇവിടെ വീശിയടിക്കുന്നത്. ഇവിടെ നിന്നും പടിയിറങ്ങുമ്പോൾ ഹൃദയത്തിലും മനസ്സിലും നാം കൊണ്ടുപോകുന്നത് മലയാള ഭാഷയുടെ മാധുര്യം മാത്രമാണ്. വരുന്ന തലമുറയ്ക്ക് നാവോട് ചേർത്ത് വയ്ക്കാനുള്ള ഒരിറ്റ് മധുരം, ഭാഷയുടെ അനിർവചനീയമായ മധുരം.